ഹലോ ഫ്രണ്ട്സ്, ഓസ്ട്രേലിയൻ ബെല്ലോ ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഞാനിപ്പം നമ്മുടെ ജോബിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി നമ്മുടെ വളർന്നു വരുന്ന ഒരു മോർഗേജ് ബ്രോക്കറാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പലർക്കും ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു കുറച്ച് വീഡിയോസാണ്. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ജോബിന്റെ കൂട്ടത്തിൽ ഞാൻ ചെയ്ത പല വീഡിയോസും കാണാം. അപ്പൊ അത് മോർഗേജ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ സബ്ജക്റ്റ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റിട്ടയർമെന്റ് ആകുന്ന സമയത്ത് നമുക്ക് മോർഗേജ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ആ റിട്ടയർമെന്റ് ലൈഫിനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ റിട്ടയർമെന്റിന് മുമ്പ് ഈ മോർഗേജ് അടച്ചു തീർക്കുന്നതാണോ അതോ ഈ റിട്ടയർമെന്റ് കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള ഒരു സബ്ജക്റ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ജോബിന് എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ റിട്ടയർമെന്റിന് മുമ്പ് മോർഗേജ് അടച്ച് തീർക്കുവാണെങ്കിൽ അതല്ലേ ഒരു സാമാന്യ ബുദ്ധിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതാണല്ലോ. തീർച്ചയായിട്ടും റിട്ടയർമെന്റിന് മുമ്പ് മോർഗേജ് ഫ്രീ ആകുക എന്ന് പറയുന്നത് വളരെ ജീവിതത്തിലൊരു വലിയൊരു വിജയം തന്നെയാണ്. അത് നമുക്ക് എന്നാ പറയുക, ഒരു വലിയൊരു പീസ് ഓഫ് മൈൻഡ് ആണ് നമുക്കത് തരുന്നത്. ഇപ്പൊ റീസെന്റ് ഞാനിങ്ങനെ ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ എഴുതാറുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള കോളുകൾ വരാറുണ്ട്. അതിൽ നിന്നുമാണ് ഈ ഒരു സബ്ജക്റ്റ് നമുക്കിപ്പം ഡിസ്കഷന് വേണ്ടി വന്നേക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഓസ്ട്രേലിയയിൽ മൈഗ്രേഷൻസ് ഒരു ലാസ്റ്റ് 20 years വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഒരു റിട്ടയർമെന്റ് ഏജ് ആയി നിൽക്കുന്നവരാണ്. ഒരു 60 അല്ലെ ജസ്റ്റ് 60 പാസ് ചെയ്തവരാണ്. അപ്പൊ അവരെല്ലാവരും ഇപ്പൊ ഈ റിട്ടയർമെന്റ് എത്തുമ്പോഴത്തേക്ക് പലർക്കും ഈ മോർഗേജ് ബാക്കി നിൽക്കുന്നതിന്റെ ഒരു സ്ട്രെസ് നമുക്ക് വർത്താനം പറയുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും, ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് അവരെല്ലാവരും വർക്ക് ചെയ്തുകൊണ്ട് വർക്കിംഗ് ഹാർഡായിരുന്നു, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പലരും ചെയ്തിരിക്കുന്നത് മേ ബി ഒരു ഫസ്റ്റ് ഹോം മേടിച്ചു, അത് കഴിഞ്ഞിട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് അടുത്തൊരു വീട് മേടിച്ചു, അങ്ങനെ ഇതായി സെറ്റിൽ ആയവരാണ്. എന്നിരുന്നാലും പലരും മോർഗേജ് ചിലപ്പോൾ ഫ്രീ അല്ല, മോർഗേജ് ഇപ്പോഴും ഇനിയും അടയ്ക്കാനുണ്ട്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഈ മോർഗേജ് അടച്ച് തീർന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ സത്യത്തിൽ നമ്മുടെ റിട്ടയർമെന്റ് ഫ്രീ ആയിട്ട് ഇരിക്കണമെങ്കിൽ മോർഗേജ് തീർന്നിരിക്കണം. തീർന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നീട് കിട്ടുന്ന പെൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചെറിയ ഇൻകം, ഏതെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്തിട്ടുള്ള ഇൻകം കിട്ടുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ഇപ്പം ചിലർക്ക് ട്രാവലിംഗ് ആയിരിക്കാം, ചിലർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുന്നതായിരിക്കാം. അതെന്തും ആവട്ടെ, അത് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു പീസ് ഓഫ് മൈൻഡ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നമ്മളിപ്പം ജോലിയിൽ നിന്നും ഫൈനാൻഷ്യൽ ഫ്രീഡം അത് നമുക്ക് ആ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ഹോം ഉണ്ട്, അതിന് മോർഗേജ് ഇല്ലെങ്കിൽ പിന്നീട് നമ്മളിപ്പം ചെറിയ പാർട്ട് ടൈം ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ ഒരു ഇൻകം കൊണ്ട് നമുക്ക് റിട്ടയർമെന്റിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഈ ഓസ്ട്രേലിയയിലെ സെൻസസ് ഡേറ്റ അനുസരിച്ച് 2001 ഡേറ്റ അനുസരിച്ച് 65% ഓഫ് ദ പീപ്പിൾ റിട്ടയർമെന്റിലേക്ക് എത്തുമ്പം അവരുടെ മോർഗേജ് ഫ്രീ ആണ്. അത് 2001 ഡേറ്റ അനുസരിച്ച്. പക്ഷേ 2023 ഡേറ്റ അനുസരിച്ചിട്ട് ആ 65 എന്നുള്ളത് നേരെ ഹാഫ് ആയിട്ട് കുറഞ്ഞ് നമുക്ക് 36% ഓഫ് ആൾക്കാരേ ഉള്ളൂ മോർഗേജ് ഫ്രീ ആയിട്ട് റിട്ടയർമെന്റിലേക്ക് പോകുന്നുള്ളൂ. അതിന്റെ കാര്യം എന്തായിരിക്കും? അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലേഷനും കൂടാതെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഉള്ള വർധനവ്, പിന്നെ കൂടാതെ പലപ്പോഴും ആൾക്കാർ ആ ഒരു ഫസ്റ്റ് ഹോം അല്ലെങ്കിൽ അവരുടെ ആ റിട്ടയർമെന്റ് സമയത്തുള്ള വീടിന്റെ ലോൺ എമൗണ്ട് ആ 2001 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രോപ്പർട്ടിയുടെ വാല്യൂ അത്രയും കൂടിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം ആസ് എ മൈഗ്രന്റ് കമ്മ്യൂണിറ്റി നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ കുറേ അധികം ആൾക്കാർ വന്നേക്കുന്നത് മേ ബി ഒരു 30 to 40 ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന സമയം, നല്ലതായിട്ട് ജോലി ചെയ്യുന്ന സമയമൊക്കെയാണ്. സെയിം സമയം തന്നെ നമ്മുടെ പിള്ളേരുണ്ടായി അവർ ഗ്രോ ചെയ്യുന്ന സമയം കൂടിയാണ്. നമ്മൾ ഈ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇൻകം ഒക്കെ ഉണ്ടെങ്കിലും നമുക്കറിയാം ഈ ബാക്കിയുള്ള എക്സ്പെൻസുകളും മോർഗേജും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ബാലൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ഒരു വലിയ ലംസം എമൗണ്ട് നമ്മുടെ കയ്യിൽ മിക്കപ്പോഴും തന്നെ കാണാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ സ്കൂൾ ഫീസ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് ആയിട്ടോ അതിനുള്ള എല്ലാം നമ്മൾ ഓരോ രീതി നോക്കിയാലും നമ്മുടെ എക്സ്പെൻസുകൾ എപ്പോഴും അതുപോലെ തന്നെ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഇൻകത്തിനനുസരിച്ച്. അപ്പോൾ ഈ ഞാനിപ്പം റെക്കമെൻഡ് ചെയ്യുന്നത് 50 to
ഒരു 50 ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ലോണിൻ്റെ ഇനി ടേം എത്ര നാൾ നിങ്ങളുടെ ബാലൻസ് ഉണ്ട്, നിങ്ങളുടെ പ്ലാൻ എന്താണ്, റിട്ടയർമെൻറ്റ് 50 ആയി, ഇനിയിപ്പോൾ ഒരു 60 ആകുമ്പോഴാണോ 65 ആകുമ്പോഴാണോ എപ്പോഴത്തേക്കാണ് നമ്മൾ റിട്ടയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ലോൺ ടേമും ഇതുമായിട്ട് അലൈൻ ആവുന്നുണ്ടോ, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യാം, എങ്ങനെ ഇതിനെ റിവ്യൂ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നമ്മൾ ആ സമയം ആകുമ്പോഴത്തേക്ക് മോർഗേജ് ഫ്രീ ആകാം. അതിനുള്ള വേറെയും ചില മാർഗങ്ങളുണ്ട്. നമ്മൾ പല വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മോർഗേജ് പെട്ടെന്ന് അടച്ചു തീർക്കുന്നുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ആ സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ഈ കൂടെ തന്നെ എടുക്കണം. പക്ഷേ ഈ ലോൺ ടേം റിവ്യൂ ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളത് അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യാനായിട്ട്. പറ്റുവാണെങ്കിൽ ഒരു സെഷനെങ്കിലും ഒരു ഫിനാൻഷ്യൽ പ്ലാനിലൂടെ എടുക്കുന്നത് എപ്പോഴും ഉചിതമായിരിക്കും. നമുക്ക് അതിനനുസരിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് ഐഡിയ കിട്ടും. നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലുമൊക്കെ ചെയ്ത ഒരു പാത്ത് പിന്തുടരുന്നതാണ് പൊതുവെ നമുക്കൊരു സന്തോഷം. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഒക്കെ ചെയ്തു, അറിയാവുന്ന ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെരി ഹാപ്പിയാണ്. പക്ഷേ അത് ലിമിറ്റഡ് നോളജ് ആണ്, അത് ആ ഒരാളുടെ നോളജ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഫൈനാൻഷ്യൽ പ്ലാനറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ വേറെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൂടാതെ റിട്ടയർമെന്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ സൂപ്പർ ആനുവേഷൻ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഒരു ലംസമായിട്ട്. പലരും ആ ഒരു ലംസം ആക്സസ് ചെയ്തൊക്കെയാണ് ഈ മോർഗേജ് ഫ്രീ ആകാനായിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് അടച്ചു തീർക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു അഡ്വൈസ് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യാന്നുള്ളത് അത് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അപ്പം ഈ ലോൺ ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളത് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ലോൺ എത്രത്തോളം ഇനി എത്ര വർഷമുണ്ട്, എന്നാണ് നിങ്ങൾ റിട്ടയർ ആകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഈ റിട്ടയർമെൻറ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ റിട്ടയർ ആകുന്ന ആൾക്കാരുടെ ആവറേജ് മോർഗേജ് ഒരു 190,000 അല്ലെ ഒരു $2 ലക്ഷം റിട്ടയർമെന്റിൽ അവരുടെ ബാലൻസ് ഇനിയും ഉള്ളത്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ പെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഫോർട്ട്നൈറ്റ് വരുമ്പോൾ ഏതാണ്ട് $900 ഉള്ളൂ നമുക്ക് ഒരാളുടെ ഒരു പെൻഷൻ എന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ ഡീറ്റെയിൽ പോകുന്നില്ല. സോ അതിനനുസരിച്ച് ഈ ഒരു മോർഗേജോടെ നിൽക്കുമ്പോഴത്തേക്ക് പലപ്പോഴും നമ്മളെ കൊണ്ട് അത് അടയ്ക്കാനായിട്ട് അന്നേരം ആ ലൈഫ് നമ്മുടെ കുറച്ചുകൂടെ ചുരുങ്ങി നമുക്ക് ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പം അതിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മളൊരു 10 years ahead അല്ലെങ്കിൽ ഒരു 15 years ahead ഇത് പ്ലാൻ ചെയ്താൽ നമുക്ക് നല്ലൊരു റിട്ടയർമെന്റ് ലൈഫിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പിന്നെ കൂടാതെ ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ ആസ് എ മൈഗ്രൻ്റ് അല്ലെ നമ്മുടെയൊക്കെ ഒരു കമ്മ്യൂണിറ്റി ബാക്ക്ഗ്രൗണ്ട് വെച്ച് നമ്മുടെ പിള്ളേർ വളർന്നു വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ സാധാരണ ആൾക്കാർ വിളിക്കുമ്പോൾ അവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പിള്ളേരെ കല്യാണം വരുമ്പോഴത്തേക്ക് ആ ഒരു വെഡ്ഡിങ്ങിനുള്ള എക്സ്പെൻസിന് എന്തെങ്കിലും ആസ് എ പേരന്റ് നമുക്കൊരു കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. അല്ലെങ്കിൽ നമുക്കത് വളരെയധികം ഒരു വേണ്ട ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ കൂടാതെ ഇപ്പൊ അവരുടെ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കണമെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക, ഒരു കാർ മേടിക്കണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക. സോ നമുക്ക് ഈ മോർഗേജ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ചെയ്യാനായിട്ട് പലപ്പോഴും നമുക്ക് എത്തിപ്പെടാൻ പറ്റിയല്ല, അല്ലെങ്കിൽ എത്തിപ്പെടാറുണ്ട് ആൾക്കാർ. അത് ഈ മോർഗേജിൽ നിന്നും റീഫൈനാൻസ് വീണ്ടും നമ്മൾ കടക്കാരനാവുകയും നമ്മുടെ മോർഗേജിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ഏജിൽ നമുക്ക് റിട്ടയർ ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെ ആൾക്കാരെ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. നിരവധി പേരുണ്ട്. നേരത്തെ പ്ലാൻ ചെയ്യാത്തത് കൊണ്ടുള്ള ഒരു ഇഷ്യൂ ആണ്. നമ്മളിത് നേരത്തെ പ്ലാൻ ചെയ്ത് ഞാൻ പറയുവാണെങ്കിൽ ഒരു മിനിമം ഒരു 40-ലെങ്കിലും ഇത് കണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, പ്ലാൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ പലരും പറയാറുണ്ട്, എടാ ഞാൻ 40 അവിടെ എത്തിയേ, അന്നേരം ഞാൻ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യാൻ പോകുന്നു, ജീവിക്കാൻ പോകുന്നു. ശരിയാണ്. ഇപ്പൊ എനിക്കൊക്കെ അല്ലെ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന അബദ്ധങ്ങളാണ്. ഈ അബദ്ധങ്ങളിൽ കൂടിയാണല്ലോ നമ്മൾ പഠിക്കുന്നത്. പക്ഷെ അല്ല, എന്നാൽ പോലും നമുക്ക് പ്ലാനിങ് ചെയ്യാൻ തുടങ്ങുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല, ഒരു തെറ്റും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു $100 നമ്മൾ മോർഗേജിനകത്തേക്ക് ഒരു മാസം ഇട്ട് കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ വ്യത്യാസമുണ്ട്. നമ്മുടെ വർഷം അത്രയും കുറച്ച് വരുന്നുണ്ട്. നമ്മൾ അതിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതെല്ലാം ഒരു ഇൻഡിവിജ്വൽ പ്രയോറിറ്റിയാണ്. ഇപ്പൊ ആൾക്കാർ പറയുന്നത് ഇതിനകത്ത് 2 കാര്യങ്ങളാണ്. നമ്മൾ മോർഗേജ് അടച്ചു തീർക്കുമ്പോൾ നമ്മുടെ ആവറേജ് ഇൻട്രസ്റ്റ് റേറ്റ് 5% ആണെന്ന് നോക്കുക. 5% ആണെങ്കിൽ നമ്മൾ മോർഗേജ് അടച്ചു തീർക്കുന്ന വഴിയായിട്ട് ഓൾറെഡി നമ്മൾ ആ ഇടുന്ന പൈസയ്ക്ക് ഒരു 5% റിട്ടേൺ കിട്ടുന്നതിന് തുല്യമാണ് അത് അവിടെ. അപ്പോൾ ചിലർ അവരുടെ സ്കിൽ സെറ്റും സ്മാർട്ട്നെസ്സും അവരുടെ നോളജും കൊണ്ട് അവർ ആ മോർഗേജ് അടച്ചു തീർക്കാതെ അവർ ആ പൈസ ഇൻട്രസ്റ്റ് മാത്രം കൊടുത്തുകൊണ്ട് എക്സ്ട്രാ വരുന്ന എമൗണ്ടിന് അവർ വേറെ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് വഴിയായിട്ട് എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 5% ഇവിടെ കിട്ടുന്നതിന് പകരം
അവർക്ക് റിട്ടേൺ 10% കിട്ടുന്നുണ്ടെങ്കിൽ യെസ് അതൊരു പ്രോഫിറ്റ് ഉണ്ട്. പക്ഷേ സ്മാർട്ട് മൂവ് ആണ്. അത് സ്മാർട്ട് മൂവ് ആണ്. അത് പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതിനുള്ള നോളജ് വേണം, സ്കില്ല് വേണം, ഇതിന്റെ റിസ്കുകൾ അറിയണം, അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. ഇത് നമുക്ക് അറിയാൻ മേലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ മോർഗേജ് അടച്ചു തീർക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ 100,000 അടച്ചു തീർത്താൽ 5% റിട്ടേൺ കിട്ടുമ്പോൾ ഒരു വർഷം $5,000 നമ്മൾ അവിടെ അതുകൊണ്ട് സേവ് ചെയ്യുക. അത് ഓൾറെഡി നമ്മുടെ ഒരു റിട്ടേൺ ആണ്. നമ്മൾ അതിനെ ആ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കൂടാതെ നമ്മുടെ ഓൺ വീടും വാല്യൂ എപ്പോഴും ഗ്രോ ചെയ്യുവാണ്. ഒരു ആവറേജ് ഒരു 5% to 6% ആണ് പ്രോപ്പർട്ടിയുടെ വാല്യൂ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ആയിട്ട് കണക്കാക്കിയാൽ നമുക്കിപ്പം അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മേ ബി നമ്മൾ റിട്ടയർമെന്റ് ആകുമ്പം ചിലപ്പോൾ നമുക്കൊരു വീടിന്റെ സൈസ് അനുസരിച്ച് അത്രയും വലിയൊരു വീട് നമുക്ക് വേണ്ടായിരിക്കാം. സാധാരണ ഓസ്ട്രേലിയയിൽ ഒരു നേച്ചർ അനുസരിച്ച് ചെയ്യുന്നത് ആ റിട്ടയർമെന്റ് ടൈം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബില്ലുകളും ബാക്കിയുള്ള എക്സ്പെൻസുകളും കുറയ്ക്കാനായിട്ട് ആൾക്കാർ ഡൗൺ സൈസ് ചെയ്യും. അപ്പൊ നമ്മുടെ ഈ വീട് അന്നേരം നമുക്കൊരു 2 ബെഡ്റൂമിന്റെ വീട് മതി, കാരണം പിള്ളേർ അതൊക്കെയാലും നമ്മുടെ കൂടുതലില്ല. അതെ, അങ്ങനെ ആ ഒരു പ്ലാനിങ്ങുകളും നേരത്തെ നമ്മൾ ചെയ്യുവാണെങ്കിൽ മേ ബി നമ്മളൊരു 60 അല്ലെങ്കിൽ 65 ആണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ പ്രയോറിറ്റീസ് എന്താണെന്നുള്ളത് നോക്കിയിട്ട് മേ ബി നമ്മൾ ഡൗൺ സൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോർഗേജ് ഫ്രീ ആയിട്ടുള്ള ഒരു വീട് മേടിച്ച് നമുക്ക് സെറ്റിൽ ആകാൻ പറ്റും. പിന്നീട് നമുക്ക് ആ ഒരു വലിയ വീടിന്റെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാവുന്ന ഒരു വലിയൊരു ഒരു കാര്യമാണ് ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മോർഗേജിന്റെ എത്ര ടേം ഇനി അവശേഷിക്കുന്നു, നിങ്ങൾ എന്നാണ് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുന്നത്, അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുക, വർക്ക് ചെയ്യുക. പിന്നെ കൂടാതെ പലരും ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കാം. ഇപ്പോൾ 50 എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഫുൾ ടൈം ചെയ്യുന്നവരാണെങ്കിൽ അതേ ലെവൽ ഓഫ് അവേഴ്സ് തന്നെ നമുക്ക് മുന്നോട്ടും ചെയ്യാനായിട്ട് ചിലപ്പം പറ്റിയല്ലായിരിക്കും. പിന്നെ കൂടാതെ ഇപ്പോൾ ഓവർ ടൈം ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഈ 60 എത്തുമ്പോഴും നമുക്ക് ചിലപ്പം ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ റിട്ടയർമെന്റ് ആകുമ്പോഴത്തേക്ക് മോർഗേജ് ഫ്രീ ആയിട്ട് ഒരു നല്ല സുന്ദരമായ ചെയ്ത് നല്ലൊരു ജീവിതത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതെ 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 അതെ. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ ചെറിയൊരു സെഗ്മെന്റ്. നമ്മൾ ഇനിയും ഇതുപോലെ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് അടുത്തൊരു വീഡിയോ കാണുന്നതോടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഒരു കാര്യം കൂടെ കൺക്ലൂഷൻ, നമ്മുടെ സൂപ്പർ ആനുവേഷനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്ത വീഡിയോ വളരെയധികം ആൾക്കാർക്ക് അത് ഉപയോഗപ്രദമായി. ആരും എനിക്ക് തോന്നുന്നത് കണ്ട പലരും തന്നെ ഒന്നും സൂപ്പർ ആനുവേഷൻ തിരിഞ്ഞു പോലും നോക്കാത്തവരായിരുന്നു. പലരും വിളിച്ചു അതിനെ കുറിച്ചുള്ള നല്ല നോളജുകളായിരുന്നു നമ്മൾ സൂപ്പർ ആനുവേഷന്റെ. ആ ഒരു ഇൻഫർമേഷൻ വളരെയധികം ആൾക്കാർക്ക് പ്രയോജനപ്പെട്ടെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഒത്തിരി പേര് അത് അതിനനുസരിച്ച് കറക്റ്റ് ചെയ്തു. അവരുടെ 2-3 അക്കൗണ്ടൊക്കെ സൂപ്പർ കടന്നവർ വിളിച്ചു ചോദിച്ചിട്ട് ഒരു അക്കൗണ്ടായിട്ട് മാറ്റി. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് വഴിയായിട്ട് ഒത്തിരി പേർക്ക് ഉപകാരപ്പെട്ടു. അതറിയുന്നത് തന്നെ വളരെ സന്തോഷമാണ്. സോ ഹോപ്പ്ഫുള്ളി നമുക്കൊരു നല്ലൊരു റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിയിട്ട് നമുക്കൊക്കെ ഇപ്പോഴേ പ്ലാൻ ചെയ്യാം. താങ്ക് യു.